ദൈവത്തിൻ്റെ വിളിയും പ്രവർത്തനവും അവിടുത്തെ സ്നേഹം പോലെ എന്നും നവീനമാണ്. ചരിത്രപരമായ സാഹചര്യങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വിളിക്കപ്പെടുന്നവർ ശ്രദ്ധാപൂർണവും ഉത്തരവാദിത്തപൂർണവുമായ പുതിയ പ്രത്യുത്തരങ്ങൾ നൽകുന്നതിന് നിരന്തരം ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ദൈവത്തിൻ്റെ വിളിക്ക് പുതിയ പ്രത്യുത്തരം നൽകി സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ദൈവഹിതം നിറവേറ്റിയ അതുല്യ വ്യക്തിത്വമാണ് വലിയ മദർ എന്ന് മേരി മക്കൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന മദർ മേരി കല്ലറയ്ക്കൽ. ക്രിസ്തുവിന് വേണ്ടി നൽകപ്പെടുന്നതൊന്നും പാഴാവില്ലെന്നും പാഴാവാൻ അവൻ അനുവദിക്കുകയില്ലെന്നും തിരിച്ചറിഞ്ഞ് ക്രിസ്തു സാക്ഷ്യമായി മാറിയ ധീരകന്യകയായിരുന്നു മദർ മേരി. ഓർമ്മ വെച്ച കാലം മുതൽ ദൈവത്തെ തൻ്റെ സമ്പത്തും ജീവനുമായി തിരഞ്ഞെടുത്തവൾ. സന്യാസ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധയാകാൻ കൊതിച്ചവൾ. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അതിലും ഉപരിയായിരുന്നു. ഇസ്രായേൽ ജനതയുടെ നേതാവാകുവാൻ മോശയെ നീണ്ട 40 വർഷങ്ങൾ ഒരുക്കിയ ദൈവം മേരി മക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകയാകുവാൻ മദർ മേരിയെയും നീണ്ട 40 വർഷങ്ങൾ ഒരുക്കിയെന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ നാം മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും എത്രയോ ശ്രേഷ്ഠമാണ്. ഓരോ ദൈവവിളിയും ഒരു ഒഴുക്കിവിടലാണ്. ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് അത് എത്തിച്ചേരുന്നു. ആ ഒഴുക്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നിരന്തരം പതിഞ്ഞിരിക്കുന്നു. ഒഴുക്കപ്പെടുന്നവനാകട്ടെ ഒരു ദേശത്തിൻ്റെ രക്ഷകനാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ ഹിതപ്രകാരം മാർത്താണ്ഡ മണ്ണിലേക്ക് ദൈവത്താൽ ഒഴുക്കിവിടപ്പെട്ട വ്യക്തിയാണ് മദർ മേരി. മേരി മക്കൾ എന്ന സന്യാസിനി സമൂഹത്തിൻ്റെ പ്രതിച്ഛായയാകുവാൻ സ്ഥാപക പിതാവിനോടൊപ്പം തോൾ ചേർന്ന് സന്യാസ ജീവിതത്തിലൂടെ ക്രിസ്തു സ്നേഹം മാർത്താണ്ഡത്തിൻ്റെ മണ്ണിൽ പകർന്നു നൽകിയ സന്യാസിനി. ആദിമവിശുദ്ധിയോടെ നിയോഗങ്ങൾക്ക് കാതോർത്തവൾ. തപസ്സനയുടെ ആർദ്രതയിൽ സമസ്ത ലോകത്തിനും ഹൃദയത്തിൽ ഇടം നൽകിയവൾ. പ്രവാചികയുടെ ഗാംഭീര്യത്തോടെ മാറ്റത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയവൾ. അതെ, മേരി മക്കൾ സന്യാസിനി സമൂഹത്തിന് തൻ്റെ ത്യാഗനിർഭരമായ ജീവിതത്താലും ദൈവിക ജ്ഞാനത്താലും വിശുദ്ധമായ പ്രവർത്തനങ്ങളാലും ഊടും ഭാവവും നൽകി വളർത്തിയ പ്രിയപ്പെട്ട അമ്മയാണ് മദർ മേരി. ദൈവവിളിയുടെ തനിമയും മഹത്വവും ഗെഴുത്തിക്കാട്ടുന്ന ഈ ലോകത്തിൽ ദൈവവിളി പന്താടാനുള്ളതല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും സഹോദരങ്ങളെ സേവിക്കുവാനുമുള്ളതാണ് എന്ന മാതൃമൊഴിയിലൂടെ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവമഹത്വത്തിനും വിശുദ്ധിക്കും സഹോദര സേവനത്തിനുമാണെന്ന് അമ്മ നമ്മെ പഠിപ്പിച്ചു. ഇന്ന് സ്വർഗത്തിലിരുന്ന് തൻ്റെ മക്കളെ വാത്സല്യപൂർവ്വം വീക്ഷിക്കുന്ന ആ അമ്മയുടെ ഹൃദയത്തിന് സന്തോഷമേകാനും പഠിപ്പിച്ചും കാണിച്ചും തന്നതായ ജീവിത പാഠങ്ങൾക്ക് ജീവനേകാനും സാക്ഷ്യമേകാനും ഈ ഓർമ്മ തിരുനാൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.